ിക്കുന്ന ആ ചോദ്യത്തിന് മറുപടി പറയുന്ന ഹിസാബ് അത് തരണം ചെയ്യാൻ കഴിയണം. റഹ്മാനായ റബ്ബ് നാം എവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ നിങ്ങൾ പരിതപിക്കുകയും പിച്ചുണ്ടേയും ഒന്നും പറയണ്ട. രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വാക്ക് പെട്ടെന്ന് പറഞ്ഞോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരിച്ചു പോയതും കാൽ ഒടിഞ്ഞതും കൈ ഒടിഞ്ഞതും എല്ലാം അള്ളാഹുവിന്റെ ഖളാവ്, ഞാൻ പൊരുത്തപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അള്ളാഹുവിന്റെ പരമാധികാരത്തിലാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവന്റെ ഖളായിൽ അവനിലേക്ക് മടങ്ങി പോകാനുള്ളവരാണ്. അവന് ഇഷ്ടമുള്ളതൊക്കെ നമ്മളിൽ ചെയ്യും. ഇതാണ് നമ്മുടെ ഈമാൻ. അതുകൊണ്ട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമുക്ക് വരുന്ന ഏതൊരു ആപത്തും ഏതൊരു ദുരിതവും ഏതൊരു ദുഃഖവും അള്ളാഹു നിശ്ചയിക്കാതെ ഒന്നും വരുന്നില്ല. റബ്ബ് നിശ്ചയിച്ചതേ നമുക്ക് വന്നിട്ടുള്ളൂ. ഇത് നമ്മുടെ ഈമാന്റെ മൂർച്ചയാണ്. ഈ അപകടരംഗങ്ങൾ വരുമ്പോൾ മനസ്സ് നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹുവിലേക്കുള്ളതായ വിശ്വാസം ഭംഗിയാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചില ആൾക്കാർക്ക് ദാരിദ്ര്യം കൂടി കടബാധ്യത വന്നപ്പോഴും നിസ്കാരം അപ്പോഴും നിർത്തുകയാണ്. പലരും നമ്മൾക്ക് നേരിട്ടുകൊണ്ടുണ്ട്. നിങ്ങളിപ്പോ പള്ളി കാണുന്നതിൽ നിസ്കരിക്കുക എന്താണ്? കലകം തീരട്ട് ഉത്സാഹം നിസ്കരിക്കാം. കലകം തീരട്ട് കച്ചവടത്തിന് പറക്കത്തൊന്നും ഇല്ല ഉത്സാഹേ. കച്ചവടത്തിന് പറക്കത്തേക്കൊന്ന് വരട്ടെ, നിസ്കരിക്കാം. ആ കാക്കാള് ഈമാനിന് എന്താണെന്ന് പറയുന്നത്? അവന്റെ ഈമാൻ ആർക്ക് വേണം? ഈ കാക്കാളെ ഈമാൻ അത് വേണ്ട. എന്നാൽ അള്ളാഹുടെ പണി എന്ന് പറഞ്ഞാല് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും തോറും അള്ളാഹുത്തോടെ പണി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അദ്ദുന്യാ സിജ്നുൽ മൂമിൻ. നീ മൂമിനാണെങ്കിൽ തന്നെ അള്ളാഹുത്താല എന്ത് ചെയ്യും? പരീക്ഷിക്കും. നീ മൂമിനല്ലയോ ജന്നത്തുൽ കാഫിർ, എന്നതിന്റെ പ്രശ്നമില്ല. കാഫിറിന്റെ സ്വർഗമല്ലേ ദുന്യാവ്? മൂമിനിന്റെ ജയിലാണ് ഈ ദുന്യാവ്. അള്ളാഹുവിലേക്ക് അടുക്കും തോറും അള്ളാഹുത്താല പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. വലിയ വലിയ ഔലിയാക്കന്മാര് പരീക്ഷിച്ചില്ലേ? സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെ എന്തുമാതിരി പരീക്ഷണങ്ങൾ അല്ലാഹു തആല പരീക്ഷിച്ചില്ലേ? ബഹുമാനപ്പെട്ട അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വീട്ടിൽ കിടക്കുമ്പോഴാണ് 40 കൈക്കോടാലികളുമായിട്ട് 40 ശത്രുക്കൾ വീട് വളഞ്ഞു വന്നിരിക്കുന്നത് അല്ലേ? അവർ 40 പേരെയും ഭൂമിയിലോട്ട് താഴ്ത്താൻ കഴിവുള്ളവനാണ് അല്ലാഹു. നിമിഷനേരം കൊണ്ട് ഭൂമി അവരെ പിടിച്ചു വീഴുന്നു വിട്ടില്ല. അല്ലാഹു തആല അതല്ല അവൻ ജയിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ യാത്രയാണം നടത്തണം. ഈ ത്യാഗം അവിടുത്തെ ഉമ്മത്തുകൾ മനസ്സിലാക്കണം. ഈ കഷ്ടതകൾ അവിടുത്തെ ഉമ്മത്തുകൾ മനസ്സിലാക്കണം. ഹബീബിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്യാഗോജ്ജലമായിരിക്കുന്ന പ്രവാചക ജീവിതം നമ്മളുടെ ഈമാന് വെളിച്ചം വീശാൻ വേണ്ടിയാണ്, നമ്മളെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇത്രത്തോളം ത്യാഗങ്ങൾ ചെയ്യിച്ചത്. പരിശുദ്ധമായിരിക്കുന്ന കഅബ ശരീഫിന്റെ മുമ്പിൽ അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോഴല്ലേ ശത്രുക്കൾ ഒട്ടകത്തിൻ്റെതായ വലിയ കുടൽ പണ്ടം അവിടുത്തെ കഴുത്തിൽ പങ്കിടുന്നത് ഭാരം കൊണ്ട് മേപ്പോട്ട് പൊക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നല്ലേ ആ കുടൽ പണ്ടം വലിച്ചു മാറ്റുന്നത്. അത്രത്തോളം ത്യാഗം അന്ന് സഹിച്ചില്ലേ? പിന്നീട് എപ്പോഴെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ച് എന്തിന്റെ പേരിലാണ്? നമ്മളെ നന്നാക്കാൻ വേണ്ടിയാ. നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാഹ് അല്ല കേട്ടോ. നമ്മൾ മനസ്സിലാക്കുന്ന റബ്ബല്ല. സാലിഹീങ്ങൾക്കും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവർക്കും അള്ളാഹു തആല ഈമാനിന് മൂർച്ച കൂട്ടുന്നത് പ്രശ്നങ്ങളിൽ കൂടിയാണ്. അപ്പൊ നമ്മൾ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹ് അല്ലാത്തൊരു ചിന്തയും എനിക്കില്ല. അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് എന്ന് പറയുന്ന മഖാമാണെന്നറിയോ? അത് ഹസ്ബിയത്തിന്റെ മഖാമാണ്. ഫമയതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ
ഖദ്